ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് പുതിയൊരു വാഹനമായിട്ടാണ്, അതായത് ടയോട്ടയുടെ എറ്റിയോസ് ലിവ GD ഡീസലില് 63,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. കമ്പനി പറയുന്നത് 23 മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ കമ്പനി ഹിസ്റ്ററി, കമ്പനി സർവീസ്, ഈ പുതിയ ഇൻഷുറൻസ്, സെക്കൻഡ് ചാവി, സെൻട്രൽ ലോക്ക് എന്നിവ ഈ വാഹനത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. ഈ വാഹനത്തിന് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. കമ്പനി തരുന്ന ഒരു സ്റ്റീരിയോ ആണുള്ളത്. സീറ്റ് കവർ ആണെങ്കിലും അടിപൊളി ഒരു സീറ്റ് കവറാണ്. എക്സിക്യൂട്ടീവ് സീറ്റ് കവർ തന്നെയാണ്. നല്ല ലെതറിന്റെ. AC ഒക്കെ പക്ക കൂളിംഗ് ആണ് കേട്ടോ. ഫുൾ ഓപ്ഷൻ ആണ്. ഇപ്പോ പാസഞ്ചർ സീറ്റ് നോക്കുകയാണെങ്കിലും അതുപോലെ നീറ്റ്നെസ് കാണാൻ കഴിയും. ഡിക്കിന്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇന്റീരിയർ നമ്മൾ നോക്കുമ്പോ മൊത്തത്തിലൊരു അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇഞ്ച് റൂം നോക്കാം. 2013 വാഹനമാണെന്ന് പറഞ്ഞറിയിക്കാത്ത രീതിയിലുള്ള ഒരു ഇഞ്ച് റൂമാണ് ഇതിന് കാണാൻ കഴിയുന്നത്. ഇപ്പോ പോരാത്തിന് ഈ ഡീസൽ വാഹനങ്ങൾക്കൊക്കെ ഇഞ്ച് റൂം അത്ര നീറ്റായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ വണ്ടിയുടെ ഇഞ്ച് റൂം എന്ന് പറഞ്ഞാൽ അത്രയും നീറ്റാക്കിയിട്ട് തന്നെയാണ് ഇപ്പോ ഉള്ളത്. അപ്പൊ ഇതിന്റെ ബാറ്ററി പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈഡിന്റെ അടിപൊളി ഒരു ബാറ്ററി ഉണ്ട്. പിന്നെ മൊത്തത്തിൽ എവിടെ ഒരു തുരുമ്പോ ഇല്ലെങ്കിൽ ഓയിൽ കറ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. അപ്പോൾ ഒരു വാഹനത്തിന്റെ ഇഞ്ച് റൂം തന്നെ നോക്കുമ്പോഴാണ് ആ വാഹനത്തിന്റെ ഏകദേശം ഒരു 75-80% നമുക്ക് അത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ കഴിയും. വണ്ടി എങ്ങനെയായിരുന്നു ഓടിയിരുന്നത് എന്നൊക്കെ നമുക്ക് അതിന്റെ ഇഞ്ച് റൂമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ടാണ് ഇത്രയും നീറ്റായി കാണാൻ കഴിയുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ അല്ല. സീലും കാര്യങ്ങളൊക്കെ ബോണറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് ആയാലും നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു ബ്രേക്ക് ലൈറ്റ് തന്നെ കാണാൻ കഴിയുന്നത്. ഈ വാഹനത്തിന്റെ ഡിക്കിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഹനത്തിന്റെ ഉള്ളിലൊക്കെ അടിപൊളിയായിട്ട് തന്നെ. ഇപ്പൊ റൂഫ് കാര്യങ്ങളൊക്കെ കറയൊന്നുമില്ല. അത്രയും നീറ്റായിട്ട് തന്നെ ഉള്ളത്. പുതിയൊരു വാഹനം പോലെ തന്നെയാണ് ഈ വണ്ടി ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇതിന്റെ ഈ സ്റ്റെപ്പിന് ഇരിക്കുന്ന ഭാഗത്തായാലും കറയോ കാര്യങ്ങളോ തുരുമ്പോ ഒന്നുമില്ല. സ്റ്റെപ്പിന് തന്നെ ഒരു 70% സ്റ്റെപ്പിന് ടയറുണ്ട്. എന്തുകൊണ്ടും ഒരു അടിപൊളി വാഹനം തന്നെയാണ് കേട്ടത്. എറ്റിയോസ് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പറയുന്ന ഒരു 23 മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് പറയുന്നത് ഡീസലില്. ഇപ്പൊ ഫ്രണ്ടിലെ ടയർ നോക്കുകയാണെങ്കിലും ഒരു 75-80% ടയർ ഉണ്ട്. അപ്പൊ നമ്മളൊരു വാഹനം എടുക്കുകയാണെങ്കിൽ തന്നെ കാര്യമായിട്ടൊരു പണിയൊന്നും വരാത്തൊരു വാഹനമാണ് നമ്മൾ നോക്കുക. അപ്പൊ അത് അപേക്ഷിച്ചാണ് ഈ വണ്ടി നല്ലൊരു വാഹനം തന്നെയാണ്. ഇപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഓണർഷിപ്പായിട്ട് ബന്ധപ്പെടുക. അതിനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയില് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഭാരത് സ്റ്റീലിന്റെ ഓപ്പോസിറ്റുള്ള MT യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഉള്ളത്. ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില 4,75,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന യൂട്യൂബ് ചാനൽ കാണുന്നയാളാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോഴൊക്കെ പറയുകയാണെങ്കിൽ ആ റേറ്റിൽ നിന്ന് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പുതിയ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയി ഞാൻ വീണ്ടും വരും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.